കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും നിർണായകമായ തിരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മണ്ണാണ് നിലമ്പൂർ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇത്തവണ ഏറെ പ്രാധാന്യം നേടി. 21 ദിവസത്തോളം നീണ്ടുനിന്ന തീവ്ര പ്രചാരണത്തിന് ശേഷം ജനവിധി തേടി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പോളിംഗ് ബൂത്തുകളിലേക്ക് ഉറ്റുനോക്കുന്ന ആ ദിവസത്തിലേക്ക് കേരളം ഉണരുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിന്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ അറിയേണ്ടിയിരിക്കുന്നു. ഒരു തിരഞ്ഞെടുപ്പ് എന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ ശക്തി തെളിയിക്കാനുള്ള അവസരമാണ്. നിലമ്പൂരിന്റെ കാര്യത്തിൽ ഇത് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പിനപ്പുറം വരാനിരിക്കുന്ന വലിയ തിരഞ്ഞെടുപ്പുകളുടെ ഒരു ചൂണ്ട് പലകയായി മാറി. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തങ്ങളുടെ മുതിർന്ന നേതാക്കളെയും പ്രവർത്തകരെയും നിലമ്പൂരിലേക്ക് അയച്ച് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചു. വീടുകൾ തോറും കയറി ഇറങ്ങിയുള്ള വോട്ട് അഭ്യർത്ഥനകൾ, റാലികൾ, പൊതുയോഗങ്ങൾ, കലാപരിപാടികൾ എന്നിവയെല്ലാം പ്രചാരണത്തിന്റെ ഭാഗമായി. സാമൂഹ്യ മാധ്യമങ്ങളും ഡിജിറ്റൽ പ്രചാരണവും ഇത്തവണ നിർണായക പങ്കുവഹിച്ചു. ഓരോ വോട്ടറും നിർണായകമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്ഥാനാർത്ഥികൾ വ്യക്തിഗത സമ്പർക്കത്തിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പ്രചരണത്തിന്റെ അവസാന ദിവസമായ ഇന്നലെ നിലമ്പൂർ ആവേശക്കടലായി മാറി. കൊട്ടിക്കലാശം പരസ്യ പ്രചാരണത്തിന്റെ അവസാന ഘട്ടമായിരുന്നു. വർണ്ണാഭമായ പ്രകടനങ്ങൾ, പാട്ടുകൾ, മുദ്രാവാക്യങ്ങൾ എന്നിവയാൽ നിലമ്പൂരിന്റെ തെരുവുകൾ മുഖരിതമായി. പരസ്പരം പ്രകോപിപ്പിക്കാതെ സമാധാനപരമായി കൊട്ടിക്കലാശം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ജനാധിപത്യത്തിന്റെ വിജയമായി തന്നെ കാണാം. ഈ ആവേശകരമായ നിമിഷങ്ങൾക്കൊടുവിൽ പ്രചാരണ വാഹനങ്ങൾ നിലച്ചപ്പോൾ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒരുപോലെ ആകാംക്ഷയിലായിരുന്നു. തങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളും നടത്തിയ പ്രചാരണവും ജനമനസ്സുകളിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു എന്നറിയാൻ. പരസ്യ പ്രചാരണം അവസാനിച്ചെങ്കിലും ഇന്നലത്തെ നിശബ്ദ പ്രചാരണ ദിനം സ്ഥാനാർത്ഥികൾക്ക് ഏറെ നിർണായകമായിരുന്നു. ഈ ദിവസം സ്ഥാനാർത്ഥികൾക്കും അവരുടെ പ്രധാന പ്രവർത്തകർക്കും വ്യക്തിഗത വോട്ടർമാരുമായി നേരിട്ട് സംവദിക്കാനും ഇതുവരെ എത്താൻ കഴിയാതിരുന്ന വോട്ടർമാരെ സമീപിക്കാനും അവസാന വോട്ടുകൾ ഉറപ്പിക്കാനുമുള്ള അവസരം ലഭിച്ചു. രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ സ്വാധീന മേഖലകളിൽ സജീവമായി. കുടുംബയോഗങ്ങളിലും ചെറിയ സൗഹൃദ സംഭാഷണങ്ങളിലുമൊക്കെയായി അവർ തങ്ങളുടെ നിലപാടുകൾ ആവർത്തിച്ചുറപ്പിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് തല കമ്മിറ്റികൾ വോട്ടർ ലിസ്റ്റുകൾ പരിശോധിച്ച് വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. വീടുകൾ സന്ദർശിച്ചും ഫോൺ കോളുകളിലൂടെയും അവർ വോട്ടർമാരെ ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം വോട്ടിംഗ് യന്ത്ര സാമഗ്രികളുടെ വിതരണം ഇന്ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ടിംഗ് യന്ത്രങ്ങളും മറ്റ് അനുബന്ധ രേഖകളും ഇവിടെ നിന്ന് കൈമാറും. കൃത്യമായ പരിശീലനവും നിർദ്ദേശങ്ങളും നൽകിക്കഴിഞ്ഞതിനാൽ ഉദ്യോഗസ്ഥർ വോട്ടെടുപ്പിനായി സജ്ജരായി കഴിഞ്ഞു. സുഗമവും കാര്യക്ഷമവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ ഈ ഒരുക്കങ്ങൾ അനിവാര്യമാണ്. ഒരു തിരഞ്ഞെടുപ്പ് എന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ്. അത് സമാധാനപരവും നീതിയുക്തവുമാണെന്ന് ഉറപ്പാക്കുക എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഭരണകൂടത്തിന്റെയും പ്രധാന ഉത്തരവാദിത്തമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കനത്ത പോലീസ് സുരക്ഷയാണ് മണ്ഡലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രശ്നസാധ്യതയുള്ള ബൂത്തുകൾ തിരിച്ചറിഞ്ഞ് അവിടെ പ്രത്യേക നിരീക്ഷണവും സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസം ക്രമസമാധാനം പാലിക്കാനും അക്രമ സംഭവങ്ങൾ തടയാനും വോട്ടർമാർക്ക് ഭയമില്ലാതെ വോട്ട് രേഖപ്പെടുത്താനുമുള്ള സാഹചര്യം ഒരുക്കാനും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ സഹായിക്കും. പോലീസ് സുരക്ഷയ്ക്ക് പുറമെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഫ്ലൈയിങ് സ്ക്വാഡ്സ്, സ്റ്റാറ്റിക് സർവെയിലൻസ് ടീംസ് എന്നിവയെല്ലാം സജീവമാണ്. പണത്തിന്റെ ഒഴുക്കും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയാൻ കർശനമായ പരിശോധനകളാണ് നടത്തുന്നത്. ഓരോ ബൂത്തിലും നിരീക്ഷകരെയും ക്യാമറകളെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ നിരീക്ഷണം തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ തടയുകയും ചെയ്യും. കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് നൽകപ്പെട്ട പ്രാധാന്യം വളരെ വലുതാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുൻപേ നടക്കുന്ന ഒരു സെമി ഫൈനൽ എന്ന നിലയിലാണ് എല്ലാ മുന്നണികളും ഈ തിരഞ്ഞെടുപ്പിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനപ്പുറം അതത് പാർട്ടികളുടെയും മുന്നണികളുടെയും ശക്തിയും ജനപിന്തുണയും അളക്കാനുള്ള ഒരവസരം കൂടിയാണിത്. ഈ തിരഞ്ഞെടുപ്പിലെ ഫലം വരാനിരിക്കുന്ന വലിയ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടികളുടെ തന്ത്രങ്ങളെയും പ്രചാരണ രീതികളെയും സ്വാധീനിക്കും. നിലമ്പൂരിലെ ജനവിധി ഭരണകക്ഷിയുടെയും ജനപ്രീതിയെയും പ്രതിപക്ഷത്തിന്റെ ശക്തിയെയും ഒരുപോലെ വിലയിരുത്താൻ സഹായിക്കും. വികസന വിഷയങ്ങൾ, പ്രാദേശിക പ്രശ്നങ്ങൾ, ദേശീയ വിഷയങ്ങൾ എന്നിവയെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയായി. ഓരോ മുന്നണിയും തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകളും ജനക്ഷേമ പരിപാടികളും വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. 21 ദിവസത്തെ നീണ്ട പ്രചാരണത്തിലൂടെ ഓരോ പാർട്ടിയും തങ്ങളുടെ ഏറ്റവും മികച്ചത് പുറത്തെടുക്കാൻ ശ്രമിച്ചു. നാളത്തെ വോട്ടെടുപ്പ് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കും. ഒരു വോട്ട് പോലും പാഴാക്കാതെ ഓരോ പൗരന്മാരും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ജനാധിപത്യത്തിൽ ഓരോ വോട്ടും നിർണായകമാണ്.
ആര് ജയിച്ചാലും തോറ്റാലും ജനങ്ങളുടെ വിധി അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം കേരള രാഷ്ട്രീയത്തിന് പൊതുവെയും അതത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ചും ഒരു പാഠമായിരിക്കും. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും പാർട്ടികളുടെ തന്ത്രങ്ങളെയും സമീപനങ്ങളെയും സ്വാധീനിക്കും. നിലമ്പൂരിലെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നത് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ വ്യക്തമാകും. ഈ ജനവിധി കേരള രാഷ്ട്രീയത്തിന് പുതിയ ദിശാബോധം നൽകുമെന്നത് തീർച്ചയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെയും രാഷ്ട്രീയ പോരാട്ടങ്ങളെയും തീവ്രതയും ഒരുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഫലം എന്തായാലും നിലമ്പൂർ ഒരു പുതിയ രാഷ്ട്രീയ അധ്യായത്തിലേക്ക് കടക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.